നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ മാറ്റത്തിന്റെ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് കൈത്താങ്ങായി നിൽക്കുന്നത് കിഫ്ബിയാണ്. കിഫ്ബി മാറ്റിമറിച്ച നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ കഥ കണ്ട. പുകൾക്കേട്ട കേരളത്തിന്റെ അഭിമാനമുദ്രയാണ് മലയാള മണ്ണിൽ മികവിന്റെ തിടമ്പേറ്റി നിൽക്കുന്ന പൊതുവിദ്യാലയങ്ങൾ. രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിനാകെ മാതൃകയാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കേരളത്തെ സമസ്ത മേഖലകളിലും ഒന്നാമതെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഇന്നാട്ടിലെ പൊതുവിദ്യാലയങ്ങളാണ്. മികവിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ കെട്ടിപ്പൊക്കുന്നതിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണ്. കിഫ്ബിയുടെ വരവോടുകൂടി പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുഖച്ഛായ മാറി. ആധുനിക സംവിധാനങ്ങളുള്ള മികച്ച കെട്ടിടങ്ങൾ, അത്യാധുനിക ലാബ് സജ്ജീകരണങ്ങൾ, കളിസ്ഥലങ്ങൾ, ചുറ്റുമതിലുകൾ, പഠനോപകരണങ്ങൾ, ലൈബ്രറികൾ, അങ്ങനെ സ്കൂളുകൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു കിഫ്ബി. പൊതുവിദ്യാലയങ്ങളിലെ ഭൗതിക സൗകര്യ വികസനത്തിനും ആധുനികവൽക്കരണത്തിനും സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കാനും കിഫ്ബി ഫണ്ട് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് അന്നാട്ടിലെ പൊതുവിദ്യാലയങ്ങളാണ്. വിദ്യാഭ്യാസവും ഏറ്റവും മികച്ച കച്ചവട വസ്തുവായി മാറിയ ആധുനിക കാലത്ത് മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ സർക്കാർ വിദ്യാലയങ്ങൾ പുറന്തള്ളപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ആ സാഹചര്യം ഒഴിവാക്കുക എന്നത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങൾ കാലത്തിനനുസരിച്ച് മാറണമെന്ന് പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചു. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പശ്ചാത്തല വികസനത്തിനും സർക്കാർ ഊന്നൽ നൽകി. ചോർന്നൊലിച്ച കെട്ടിടങ്ങൾക്ക് പകരം ബലമുള്ള ഹൈടെക് കെട്ടിടങ്ങൾ തലപൊക്കി. ആധുനിക സംവിധാനങ്ങളോടെ ലാബുകളും വിശാലമായ കളിക്കളങ്ങളും ഉണ്ടായി. മികച്ച വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതോടെ ഒരു കാലത്ത് സർക്കാർ വിദ്യാലയങ്ങളോട് അകന്ന ഒരു വിഭാഗം വീണ്ടും സർക്കാർ സ്കൂളുകളിലേക്ക് തിരിച്ചെത്തി. പുതിയ കേരളത്തിന്റെ മുഖമുദ്രയായി സർക്കാർ സ്കൂളുകൾ തലയുയർത്തി നിന്നു. കിഫ്ബിയുടെ കൈത്താങ്ങിലായിരുന്നു വേഗത്തിലുള്ള ആ വളർച്ച. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിന്റെ തുടർച്ചയായ വിദ്യാകിരണവും പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റുക എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അക്കാദമിക മികവ്, വിദ്യാലയ മികവ് എന്നും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നുമാണ് സർക്കാരിന്റെ നിലപാട്. ഈ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിദ്യാലയങ്ങളിൽ വികസനം നടപ്പാക്കിയാൽ ആ നാട് തന്നെ അടിമുടി മാറും. അതിനാദ്യം വേണ്ടിയിരുന്നത് സമഗ്രമായ പദ്ധതി വിഭാവനം ചെയ്യലായിരുന്നു. 5 ഭാഗങ്ങളായി തിരിച്ചാണ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചത്. അത് വിജയമാവുകയും ചെയ്തു. ഭൗതിക സൗകര്യ വികസനം, ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായ സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കൽ, അക്കാദമിക മികവിനുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ജനകീയ തലം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, മറ്റ് പ്രവർത്തനങ്ങൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഭൗതിക സൗകര്യ വികസനത്തിനായി 5 കോടി പദ്ധതിയിൽ 141 സ്കൂളുകളും, 3 കോടി പദ്ധതിയിൽ 386 സ്കൂളുകളും, 1 കോടി കിഫ്ബി പദ്ധതിയിൽ 446 സ്കൂളുകളും ഇടം പിടിച്ചു. 973 സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസനത്തിന് കിഫ്ബി സഹായമായി. ഏതാണ്ട് 2565 കോടി രൂപയുടെ ഭരണാനുമതി കിഫ്ബി മുഖേന ഭൗതിക സൗകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. സ്കൂളുകളുടെ സമഗ്ര വികസനമാണ് കിഫ്ബി ലക്ഷ്യമിട്ടത്. സാധാരണക്കാരുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഒരുക്കുന്നതിൽ ഈ നയം പ്രയോജനം ചെയ്തു. ഓരോ സ്കൂളുകൾക്കും ആ സ്കൂളിന് ആവശ്യമായ തരത്തിൽ പദ്ധതികൾ വിഭാവനം ചെയ്തു.
5 കോടി കിഫ്ബി പദ്ധതിയിൽ 141 സ്കൂളുകളിൽ 139 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 കോടി കിഫ്ബി പദ്ധതിയിൽ 386 സ്കൂളുകളിൽ 182 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. 1 കോടി കിഫ്ബി പദ്ധതിയിൽ 446 സ്കൂളുകളിൽ 198 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. ആകെ അനുവദിച്ച 973 സ്കൂളുകളിൽ 519 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 454 സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന 57 സ്കൂളുകളുടെ ഭൗതിക സൗകര്യ വികസനത്തിന് കിഫ്ബി മാറ്റിവെച്ചത് 66 കോടി രൂപ. ഇതിൽ 47 സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനം ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. സ്പോർട്സ് വകുപ്പിലെ 5 സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ വികസിപ്പിക്കുന്നതിനായി കിഫ്ബി നൽകിയത് 76 കോടി രൂപ. സർക്കാർ സ്കൂളുകളിൽ സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തത ഒരു കാലത്ത് വലിയ വെല്ലുവിളിയായിരുന്നു. ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് അതിവേഗം മാറുന്ന കേരള സമൂഹത്തിൽ മികച്ച ലാബ് സംവിധാനങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഇല്ലാത്ത സർക്കാർ വിദ്യാലയങ്ങൾ കേരളത്തിന്റെ ശാപമായിരുന്നു. എന്നാൽ ആ അവസ്ഥ മാറ്റിമറിക്കാൻ ഇടതു സർക്കാർ കച്ചമുറക്കി ഇറങ്ങിയതോടെ പിന്നീട് നടന്നത് ചരിത്രം. ഒരു പഴഞ്ചൻ കമ്പ്യൂട്ടർ മാത്രമുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ലാബുകളും പരീക്ഷണ വസ്തുക്കളില്ലാത്ത സയൻസ് ലാബുകളും പഴങ്കഥയായി. 45,000 ക്ലാസ് മുറികളെയാണ് സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കിയത്. പ്രൈമറി സ്കൂളുകളിൽ പോലും കമ്പ്യൂട്ടർ ലാബുകൾ വന്നു. പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞ ലൈബ്രറികൾ അറിവിന്റെ പുതുവഴികൾ കുട്ടികൾക്ക് മുന്നിൽ തുറന്നിട്ടു. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കിഫ്ബി.